ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കാത്ത സാധനങ്ങളായിട്ട് ഒന്നും ഉണ്ടാവില്ല. അധികം വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങനെ ഫ്രിഡ്ജിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-20 ദിവസമായി ഞാൻ ഫ്രിഡ്ജ് ക്ലീനാക്കിയിട്ടില്ല. അപ്പോൾ ശരിക്കും ഫ്രിഡ്ജിനകത്ത് അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ലപോലെ തന്നെ അതിനകത്ത് അഴുക്കും, കാരണം നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവിൻ്റെ ആ ഒരു ചെറിയതായിട്ട് മാവ് ഒറ്റിയിട്ടും ഒക്കെ ഒത്തിരി ആയിട്ട് അങ്ങനെ ഫ്രിഡ്ജ് വല്ലാണ്ട് അങ്ങ് വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് നമ്മൾ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഫുള്ളായി തന്നെ പാത്രങ്ങളിൽ എന്താ വെച്ചിരിക്കുന്ന ഒക്കെ മാറ്റുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മൾ പാത്രങ്ങൾ വെക്കാനുള്ള ആ ഒരു തട്ടുകളെല്ലാം തന്നെ എടുക്കുക, വെജിറ്റബിൾ ബോക്സ് എടുക്കുക, വെജിറ്റബിൾ ബോക്സിനുള്ള വെജിറ്റബിൾസ് എല്ലാം മാറ്റുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ശരിക്കും സോപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു പാത്രങ്ങൾ ആ തട്ടുകളെല്ലാം തന്നെ കഴുകട്ടെ. അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല, അത് നോർമലായിട്ട് നമ്മൾ ഡിഷ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് തുടയ്ക്കാനായിട്ട് നല്ലൊരു ടവൽ, നല്ല വൃത്തിയുള്ള ടവൽ നമ്മൾ ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം എടുക്കുക, വെള്ളത്തിൽ നമ്മൾ വിനാഗിരി ഒഴിച്ച് വേണം നമ്മൾ തുടയ്ക്കാൻ. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ നമ്മൾ സോപ്പോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിനാഗിരി യൂസ് ചെയ്തിട്ടാണ് കുറച്ച്, അതായത് 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഗ്യാസ്കറ്റ് അതെപ്പോഴും നമ്മൾ ക്ലീനാക്കി വെക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ശരിക്കും കറുപ്പ് കളറായിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ അങ്ങനെ കട്ടിക്ക് അഴുക്ക് ഉണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ ശരിക്കും അടയില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് കറക്റ്റായിട്ട് തണുപ്പ് കിട്ടുകയില്ല, നമുക്ക് ഒരുപാട് കറണ്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ അതെപ്പോഴും ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ അഴുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ വെള്ളം വെച്ച് യൂസ് ചെയ്ത് തന്നെ നമ്മൾ തുടച്ചെടുക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൊടിയും ചേർത്തിട്ട് നമ്മൾ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് അവിടെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ആ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ഉരച്ച് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അതൊന്ന് ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അതുപോലെ ഡോറിലുള്ള ആ ഒരു സ്റ്റാൻഡ് ഈ ഒരു ഫ്രിഡ്ജിൽ എന്താണെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ മറ്റുള്ള ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ചിലപ്പോൾ അത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ അതെന്തോ ഇങ്ങനെ നമ്മൾ ആ ഒരു തട്ടുകൾ എടുക്കാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കഴുകി തുടച്ച് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വലിച്ചെടുക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും തുടയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുപോലെ താഴത്തതെല്ലാം നമ്മൾ ഈ ഒരു വിനാഗിരി യൂസ് ചെയ്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് നമ്മൾ എല്ലാവരുടെയും തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീസറിനകത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് നമ്മൾ ഫുള്ളായി നമ്മൾ ഈ ഒരു വിനാഗിരി വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. പിന്നെ ചില ഫ്രിഡ്ജുകളിലൊക്കെ ഫ്രീസറിനകത്ത് നല്ല പോലെ തന്നെ ഐസ് കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പൊടിയുപ്പ് നമ്മൾ ആ ഒരു ഫ്രീസറിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐസെല്ലാം തന്നെ നമുക്ക് മെൽട്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങൾ അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഐസ് കട്ടി പിടിച്ചിട്ട് നമുക്കത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതുപോലെ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന മോഡലിൽ ഇപ്പോൾ ഫ്രീസറിനകത്ത് ഐസ് കട്ടി പിടിക്കുന്ന ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അത് വലിയൊരു ഉപകാരമാണ്. നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അത് എടുക്കുന്ന സമയത്താണ് നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ അതിനകത്ത് മാത്രമായിരിക്കും ഐസ് കട്ടി പിടിച്ചിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ പുറത്തും ഒന്നും നമുക്ക് കട്ടി വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് ഇതിൻ്റെ മുകളിലുള്ളൊരു തട്ട് നമ്മൾ ഫ്രീസറിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു തട്ട് നല്ല വെയിറ്റുമാണ്. ഈ തട്ടിനകത്ത് നമ്മൾ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെൽട്ടാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറൊക്കെ ആ ഒരു ഫ്രീസറിനകത്തുള്ള ആ ഒരു കൂളിംഗ് നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ഈ ഒരു വിനാഗിരി വെള്ളം യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളല്ലാതെ ഇതിനകത്ത് സോപ്പൊന്നും യൂസ് ചെയ്തിട്ട് ഞാൻ കഴുകില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമുക്ക് അങ്ങനെ ഗ്യാസ്കറ്റിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ, ഇത്തിരി കട്ടിയുള്ള പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചാലും മതിയാവും കേട്ടോ. നമ്മൾ ഈ ഒരു ഡോറൊന്ന് ജസ്റ്റ് അടയ്ക്കുക.
ഈ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഈ ഒരു ഡോർ അടച്ചു കൊടുക്കുക. ഡോർ അടച്ചിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ചിലത് ഫ്രിഡ്ജിൽ ചിലപ്പോൾ തന്നെ താഴെ വീണു പോവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും തന്നെ അത് കൈയോടെ വരും. ഇത് കണ്ടോ, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് അത് വരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഗ്യാസ്കറ്റിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്യാസ്കറ്റ് ക്ലീനാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനായിട്ട് നമുക്ക് ഒരുപാട് കറണ്ട് നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് അതിനകത്ത് സാധനങ്ങൾ കൂളിങ് നിൽക്കത്തുമില്ല. അത് നിൽക്കാനായിട്ട് നമുക്ക് ഒരുപാട് കറണ്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും പുതുപുത്തനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരിക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്ക് 2 പിടി അളവിൽ കടലപ്പരിപ്പ്, 2 അല്ല ഒരു 3 പിടി അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള തുവരപ്പരിപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ മൈസൂർ ദാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 വട്ടമൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കുറച്ച് സാധനം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളിയും, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, 4-5 വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ഈ വെജിറ്റബിൾസ് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇത് കുക്കറിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സാധാരണ മൈസൂർ ദാലൊന്നും നമ്മൾ കുക്കറിലിട്ട് വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ നോർമലായിട്ട് പാത്രത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ തന്നെ നല്ല പോലെ തന്നെ വെന്തുടഞ്ഞ് കിട്ടും. പക്ഷേ ഇതിൽ കടലപ്പരിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് കുക്കറിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല നോർമലായിട്ടുള്ള തോരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ ഇട്ട് തന്നെ വേവിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളത് കുക്കറിലിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാനിതൊരു 2 വിസിലേ വരുത്തിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അപ്പോഴത്തേനും അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി അരിയാനുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയും അതുപോലെ ഒരു മാങ്ങയും ഒരു മുരിങ്ങക്കായും വാഴയ്ക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊന്ന് മുറിച്ചെടുത്തു. എന്നിട്ട് നന്നായി ഒന്ന് കഴുകി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നോർമലി വെന്ത് വന്നു. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു ബേ ലീഫും ഒരു പട്ടയും 2 ഗ്രാമ്പും 2 ഏലക്കായും കൂടി ഇടുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയൊരു സവോള അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഈ വെജിറ്റബിൾസാണ് കേട്ടോ. ഈ കഴുകി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് പാലക്കാട്ടിലെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ, കായ്ച്ചാറ്. അതായത് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പാലക്കാട് സൈഡ് അധികം ബിരിയാണി കിട്ടുന്നത് റാവുത്തർ ബിരിയാണിയാണല്ലോ. അപ്പോൾ ആ റാവുത്തർ ബിരിയാണീൻ്റെ കൂടെ നമ്മൾ ഒഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പൊടികളെല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കും. നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പരിപ്പ് വേവിക്കുമല്ലോ. പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൊഴുപ്പും അതായത് എല്ലും കൊഴുപ്പുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് നമ്മളൊരു 3-4 എല്ലും അതുപോലെ തന്നെ കുറച്ച് കൊഴുപ്പും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം പരിപ്പ് വേവിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ഈ ഒരു മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെന്ത പരിപ്പിലേക്ക് നമ്മൾ ഒരു 1/2 മുറി തേങ്ങ നല്ലോണം ചെറിയ ജീരകം ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ അതും കൂടി ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന്
ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കാം. എന്നിട്ട് ഈ പച്ചക്കറി വേകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വാഴയ്ക്ക എടുത്ത് നോക്കാം. വാഴയ്ക്ക വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിളെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ പരിപ്പും ഉണ്ടല്ലോ, ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ 4-5 തണ്ട് കറിവേപ്പില അങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇറച്ചിയില്ല എന്നുണ്ടെങ്കിൽ മസാലപ്പൊടി ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കറി വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇടിയപ്പത്തിന്, പത്തിരിക്ക്, ചപ്പാത്തിക്ക്, ചോറിന്, ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കായ്ച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചി തന്നെ വേണമെന്ന് ഇതിൽ ഇപ്പോൾ ഇറച്ചി വേണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലൊരു കറി നമ്മൾ ഞായറാഴ്ച ദിവസം വൈകിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് നമ്മൾ 1, 2, 3 ബോക്സിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുട്ടികളുടെ സ്കൂൾ തിരക്കുള്ള സമയത്താണെങ്കിലും അതുപോലെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കറി കുറച്ച് മതി കേട്ടോ. നമുക്ക് ദോശയ്ക്കും എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ഒരിക്കലെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതുപോലെ ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.